ഹലോ മോമക്കുട്ടി, ഒരു ചായ കൊണ്ടുവരണം. നന്നായിട്ട് വെള്ളം കുറച്ചൊരു ചായ. ഇറങ്ങാം. അപ്പോൾ ഒരു ചായ കൊണ്ടുവരണം. നിങ്ങൾക്ക് ചായ വേണമെങ്കിൽ അകത്തോട്ട് വരാം. വേണ്ട, എനിക്ക് ഔട്ട്ഡോറിൽ മതി. കാരണം ഞാൻ മൈതാന മനസ്സിലാക്കണം. ഏത് മൈതാനമാണെങ്കിലും ഉണ്ടല്ലോ, ചായ വേണോ നിങ്ങൾക്ക്? അകത്തോട്ട് മുഹമ്മദ് കുട്ടി കൊച്ചു കള്ളൻ. കൊണ്ടുവരണം ചായ, കൊണ്ടുവരണം. റെഡി ക്യാഷ് അല്ലേ? റെഡി ക്യാഷ്, റെഡി ക്യാഷ് കൊണ്ടുവരണം. ഇത് കണ്ട രൂപ എത്രയാന്നറിയോ? 60. ഓ, വാട്ട് ഈസ് ദിസ്? വെറും 60, 60 രൂപ. മുഹമ്മദ് കുട്ടി, മദ്രാസിൽ ഞാൻ പല കടകളിലും ചായ കുടിച്ചിട്ടുണ്ട്. ഒരാളും ഇതുവരെ പണം ചോദിച്ചിട്ടില്ല. അതാണ് എന്റെ സ്റ്റാർ. ഇന്നലെ ഇത് മദ്രാസല്ല, ഇത് മമ്മൂട്ടിയുടെ കടയാന്ന്. കാശ് വന്നിട്ട് വേണം പോവാൻ. വാട്ട് ഈസ് ദിസ് മുഹമ്മദ് കുട്ടി? സൈക്കിളുണ്ട്, കണ്ണടയുണ്ട്. എന്റെ പിന്നെ ഒരു കാര്യം, എന്റെ അത്ഭുതഗാനത്തിലെ വിശ്വമോഹിനി പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയാൽ മുഹമ്മദ് കുട്ടി ഉടൻ പുറപ്പെടണം. ക്യാൻറ്റീൻ മുഹമ്മദ് കുട്ടിയുടെ. എന്നാലേ നമുക്ക് ക്യാൻറ്റീനും ക്യാൻറ്റീനും ഒന്നും വേണ്ടാന്ന്. മുഹമ്മദ് കുട്ടി, ഞാൻ തമാശ പറഞ്ഞല്ല. എന്റെ അത്ഭുതഗാനത്തിലെ ഇതാ കാശ് തരാം. നമ്മള് സൈക്കിൾ ഏരിയല്ലോ കേട്ടോ മുഹമ്മദ് കുട്ടി. അയ്യോ, എന്നെ സൈക്കിൾ കളഞ്ഞല്ലോ. ആരാണ്? നമ്മളല്ലേ പറഞ്ഞത്? ഇവനാണ്. ഞാനല്ല. പിന്നെ ആരാണ്? നിങ്ങളുടെ സൈക്കിളിന് എന്ത് വില? സൈക്കിൾ 150 രൂപ. ഇത്രേ ഉള്ളൂ? 150 രൂപ. സൈക്കിളിന്റെ പകുതി കൊണ്ടുപോയത് ഇങ്ങേരാണ്. 75 രൂപ എങ്ങേര് തരണം. ഞാൻ എത്ര തരാനുണ്ട്? 60 കഴിച്ച് ബാക്കി 15 തരണം. സൈക്കിളിന്റെ വില ഞാൻ കൊടുത്തോളാം. സൈക്കിളിന്റെ വില കൊണ്ടുപോന്നു. നീ കൊണ്ടുപോന്നു. എടുത്തോ, കൊണ്ടുപോന്നു. നമ്മള് സൈക്കിൾ തരുള്ളൂ കേട്ടാ. ഒരു വീല്. സാരമില്ല, നമുക്ക് രണ്ടുപേർക്ക് പോകാൻ ഒരു വീലായാലും മതി. പറ്റേ ഈ സൈക്കിളിന്റെ ഉടമസ്ഥൻ നിങ്ങൾ തന്നെയല്ലേ? ശരി. മമ്മൂട്ടിയെ വാ, ചായയുടെ കാശല്ലേ വേണ്ടു? ആ വീലം കൊടുത്തേര്. ചായയുടെ കാശ് നമ്മുടെ 60 രൂപ. അതെ, ചായയുടെ കാശ് കൊടുത്തേര്. ന്യൂസൻസ് കൺട്രീസ്. നമ്മുടെ 60 രൂപയുടെ കാര്യം. അതിന് ഞാൻ ഒരു പണി ചെയ്യാം. നാളെ കാറിൽ വന്നേക്കാം. ഫ്രണ്ട് വീല് ഊരെടുത്തു. അപ്പം കാശ് തന്നില്ലേ? നമ്മള് 4 പേര് ഊരും. 4 വീലും വേണം. ശരി, എന്നാ ഞാൻ ഉന്തു വണ്ടിയിൽ വന്നേക്കാം. ഏത് വണ്ടി വന്നാലും നമ്മള് വീല് ഊരും കേട്ടാ. എടുത്തോ. ബിലിം സാറേ, ഈ ബിസിനസ് കൊണ്ട് നടക്കരുത് കേട്ടാ. തടിയത്യാവും. സാർ, ഓ, ഞാൻ സൈൻ ചെയ്തില്ല അല്ലേ? ഞാൻ ഇന്ന് തന്നെ തിരിച്ചു വരും. ജിംബ്ലെ, ഒരാഴ്ചക്കകം തന്നെ എന്റെ ഓഫീസ് കടമാമരട്ടി മലയിലേക്ക് മാറ്റണം. ജിംബ്ല അതിന് വേണ്ടുന്ന ഏർപ്പാട് ചെയ്തു. റോഡ് ശരിയാവാതെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ ബോട്ടിൽ കൊണ്ടുപോകാം. ഫ്ലാങ്കിംഗ് ഡാമിന്റെയും ടണലിന്റെയും റോഡിന്റെയും പണി ഒരുമിച്ച് തന്നെ നടക്കും. ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ച് പറയണം ടണലിലേക്ക് ലൈൻ വലിച്ചു തരാം. പക്ഷേ വണ്ടി കയറി ടണലിലെ കൂലിവേല മുഴുവൻ ശ്രമദാനമായി ചെയ്യിക്കാമെന്ന് ഞാൻ ഏറ്റിരിക്കുകയാണ്. നമുക്ക് അത്രത്തോളം കൂലിക്കാരെ കിട്ടുമോ? ക്ഷമിക്കണം, ഞാൻ ഇതുവഴി മുളങ്കാവിൽ കൂടി പോകാൻ ഉദ്ദേശിക്കുകയാണ്. അവിടെ കൊള്ളാമെന്നുള്ള കുറെ ചെറുപ്പക്കാരുണ്ട്. ഒരു ശങ്കരൻകുട്ടി, നാണു. ശരി. ജോലിക്കാരെ മുളങ്കാവിൽ നിന്ന് ചേർക്കാനാണ് സുകുമാരന്റെ പ്ലാൻ. അത് തടയാൻ അവിടെ നമുക്ക് സ്വാധീനമുള്ള ചിലർ വേണം. അതിനെന്താ മാർഗം? അതിനൊരു മാർഗം നമ്മൾ ആലോചിക്കണം സാർ. ശ്രമദാനത്തിന് ആളെ കിട്ടരുത്. ഹലോ, ഗുഡ് മോർണിംഗ്. പുറത്തേക്ക് ഇറങ്ങി നിൽക്കണമേ. ആരാണ് അയാൾ? മുളങ്കാവിലുള്ള ഒരു ബോറൻ. മുളങ്കാവ് വരണം. എന്നാൽ വിടാൻ വരട്ടെ, നമുക്ക് അയാളെ കൊണ്ട് കാര്യമുണ്ട്. അയാളെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ലെന്ന്. പക്ഷെ നമുക്ക് പിടിക്കാവുന്ന ആളുകളെ മനസ്സിലാക്കാം. ഓഹോ, ബോയ്. എന്നെ അയാൾക്ക് പരിചയപ്പെടുത്തരുത്. പുറത്തേക്ക് പോയ ആളിനെ വിളിക്കൂ. എങ്ങനെങ്കിലും 4 മാസത്തേക്ക് ജോലി നടക്കാതിരുന്നാൽ സുകുമാരനെ സ്ഥലം മാറ്റി തരാമെന്ന് സൂപ്രണ്ട് എഞ്ചിനീയർ ഏറ്റിരുന്നു. ഡാമിന്റെ പൊക്കം കൂട്ടാനുള്ള പണി കോൺട്രാക്റ്റാണ്. അതെന്റെ ഒരു സ്നേഹിതനാണ് പിടിച്ചിരിക്കുന്നത്. വിളിക്കുന്നുണ്ട്. ആദ്യം ആളെ മനസ്സിലായി കാണുന്നു. എനിക്കറിയാം റീകോൾ ഉണ്ടാകും. സമയവും
ഗുഡ് മോർണിംഗ് സർ. ഇരിക്കണം. ബോയ്, ഞാൻ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. എനിക്ക് ഉടനെ തന്നെ മദ്രാസിന് പോകണം. എന്റെ പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങി. ഏതെല്ലാം പടങ്ങളിൽ അഭിനയിച്ചു? എന്റെ ആദ്യത്തെ പടം അത്ഭുതഗാനത്തിലെ വിശ്വമോഹിനി. ഏതേത്? അത്ഭുതഗാനത്തിലെ വിശ്വമോഹിനി. അതൊരു വലിയ ട്രാജിക് സ്റ്റോറിയാണ്. അതിൽ ഞാനാണ് ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. എനിക്കും ഒരു പിക്ചർ പ്രൊഡക്ഷൻ തുടങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. വളരെ സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് എപ്പോഴാണ് മദ്രാസിനുള്ള യാത്ര? ഞാൻ മിസ് കലിതാദേവിയുമായി മദ്രാസിന് പോകാൻ ഒരുങ്ങിയിരുന്നതാണ്. മദ്രാസ് പ്രോഗ്രാം മാറ്റിവെക്കാൻ കമ്പി കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം. അതിരിക്കട്ടെ, മുളങ്കാവിൽ നാട്ടുകാരുടെ ഇടയിൽ ഏറ്റവും സ്വാധീനമുള്ള ആളാരാണ്? ഇത് മെയിനായിട്ട് ഞാൻ. വേറെ ആരുണ്ട് എന്റെ കൂടെ പണം മുടക്കി കോൺട്രാക്ട് എടുക്കാൻ പറ്റിയ തരത്തിൽ? പണം മുടക്കാൻ ഒരു ഉണ്ണിത്താനുണ്ട്. പക്ഷേ പൊതുവെ പറഞ്ഞാൽ മുളങ്കാവുകാരെല്ലാം വെറും കൺട്രിയാണ്. അതൊന്നും സാരമില്ല. ആ ഉണ്ണിത്താനുമായി എന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? സിമ്പിൾ കേസ്. ഇത് കഴിക്കണം. ഉഷേ, നീ ഇവരെ അറിയുമോ? ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി. നമ്മുടെ ശങ്കരൻകുട്ടിയുടെ സഹോദരിമാരാണ്. രണ്ടുപേരും വലിയ നർത്തകികളാ. പൊന്നമ്മ എന്നാണ് പേര്. പോയത് ലതികാദേവി സിസ്റ്റേഴ്സ്. ഇവരുടെ അനിയത്തിയാണ് കലിത. സാറ് എന്നെ അറിയില്ലല്ലോ. ഫിലിം സ്റ്റാർ ഗോപു എന്ന് കേട്ടിട്ടില്ലേ? ഇല്ല. എന്നാൽ അത് ഞാനാ. ലതികാദേവി എന്റെ വൈഫാണ്. ഫിലിം സ്റ്റാർ മദ്രാസിൽ പോയില്ലയോ? നോ, ഇല്ല. ഷൂട്ടിംഗ് ബുക്ക് ചെയ്തിരുന്നതാണ്. ഞാൻ കമ്പി കൊടുത്ത് ക്യാൻസൽ ചെയ്തു. സോറി. ഇവിടെ ഇരിക്കാൻ സൗകര്യമൊന്നുമില്ല. ഞാനിവിടെ സ്ഥിരതാമസക്കാരനല്ല. സിനിമാ സ്റ്റാർ മാസത്തിൽ 2 പ്രാവശ്യം വരുവുള്ളൂ കേട്ടാ. ഒരു പ്രാവശ്യം വന്ന 15-16 ദിവസങ്ങൾ കഴിഞ്ഞ് പോകും. ഇപ്പൊ വന്നേ ഉള്ളൂ. ശങ്കരൻകുട്ടി എവിടെ? ബ്രദറിലോ എക്സർസൈസ് ചെയ്യുകയായിരുന്നു. അല്ല, ബ്രദറിലോ പോച്ച കളക്കിയായിരുന്നു. ഞാനും കൂടെ വരാം. തെക്കിൽ നിന്നും വടക്കോട്ട് നോക്കിയാൽ ഭയങ്കര സീനറീസ് ആണ്. എന്ത് ചെയ്യാം സാർ? എന്റെ ജീവിതത്തിൽ പറ്റിയൊരു പരാജയമാണ്. ഡോണ്ട് വറി ശങ്കരൻകുട്ടി, എല്ലാം നേരെയാവും. ശങ്കരൻകുട്ടി ഇരിക്കൂ. വേണ്ട സാർ, ഇരിക്കൂ. ഇല്ല, എന്റെ മേലൊക്കെ ചേർന്നാണ്. വേണ്ട. അച്ഛനില്ലേ? അച്ഛൻ പുറത്തേക്ക് പോയി. അന്ന് ഞാൻ നിങ്ങളോടെല്ലാം അപമര്യാദയായി പെരുമാറി. അതിന് അച്ഛനെ കണ്ട് മാപ്പ് ചോദിക്കാനും കൂടിയാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. സാരമല്ല സാർ. അന്ന് ഉണ്ണിത്താ വഴക്കിന് വന്നപ്പോ നമ്മൾ ഇല്ലാതായി പോയി. അല്ലെങ്കിൽ അവന്റെ കഷണം നമ്മൾ മാവിന്റെ മുമ്പ് കെട്ടിത്തൂക്കിയായിരിക്കാം. ശങ്കരൻകുട്ടി, ഞാൻ ഇപ്പൊ വന്നതിന്റെ പ്രധാന കാരണം അന്ന് അവിടെ വെച്ച് കണ്ടപ്പോൾ കടമാൻ വരട്ടി പ്രോജക്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ? തന്നെ അതിന്റെ പണി തുടങ്ങിക്കൊള്ളാൻ ഉത്തരവായിരിക്കുകയാണ്. ശരിയാണോ സാർ? പക്ഷേ ബഡ്ജറ്റിൽ തുകയില്ലാത്തത് കൊണ്ട് LD സ്കീമിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് പണി തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് തുരങ്കത്തിന്റെ പണിയും റോഡിന്റെ പണിയും 2/3 ഭാഗം കൂലി പറ്റിക്കൊണ്ട് ചെയ്തു തീർക്കാൻ നിങ്ങൾ ജോലിക്കാരെത്താണ്. ജോലിക്കാരെ എത്ര വേണമെങ്കിലും തരാം സാർ. നമ്മൾ ഏറ്റപ്പാ. ചുമ്മാ ഏക്കത്തേ ഉള്ളൂ. അതെന്താണോ? 1/3 കൂലി കുറച്ച് ജോലി ചെയ്യണ്ടേ? അത് വേണം. കൂലി കുറച്ച് ജോലി ചെയ്യാൻ തൊഴിലാളി തയ്യാറില്ല സാർ. നമ്മുടെ നാട് നന്നാകുന്ന കാര്യമല്ലേ കാണോ? അതുകൊണ്ട് അല്ല, പ്രയാസങ്ങളുണ്ട്. എടോ, നമ്മുടെ നാട് രക്ഷപ്പെടുമോ? ശങ്കരൻകുട്ടുകാർക്ക് കൃഷിക്കാരുടെ കാര്യം മാത്രമേ ഉള്ളിൽ തട്ടൂ. തൊഴിലാളിയുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. പിന്നെ ഞാൻ പോകും സാർ. കടമുക്കിക്കാം. കെറിയിച്ചു പോവാ നമുക്ക്. എവിടായി കെറിയിച്ചു പോകുന്നേ? കട്ടൻ കാപ്പി എന്തിനാടി? ഞാൻ പോയി ആടിനെ ഒന്ന് ഞെക്കിക്കൊണ്ടുവരാം. ശങ്കരൻകുട്ടി, ഈ ജോലി നടക്കാതിരിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന് ഇതൊരു വലിയ നേട്ടമാണെന്നുള്ളത് കൊണ്ട് പലതും സഹിച്ചും ഞാൻ ഇതിനിറങ്ങിയിരിക്കുകയാണ്. ഇക്കൊല്ലം ഇത് നടന്നില്ലെങ്കിൽ ഇന്ന് നടക്കില്ല. സാർ അല്പം ഒന്ന് ക്ഷമിക്കണം. ഞാൻ ഇവിടുത്തെ ആളുകളെ വിളിച്ച് ഒന്ന് സംസാരിക്കട്ടെ. അങ്ങ് ഒരിക്കൽ കൂടെ വന്നാൽ മതി. ഈ പേരാമ്പ്ര രാമകൃഷ്ണൻ ഉണ്ണിത്താൻ നിയമിച്ചാൽ നടക്കാത്ത കാര്യം വല്ലതും ഉണ്ടോ രാമുണ്ണി? നീ കാര്യം പറ. കാര്യം ഇവിടെ കൂടെ ഒരു എഞ്ചിനീയർ വന്ന് ഏതോ ഒരു മലയിൽ ഒരു തോടോ തുരങ്കമോ ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നെന്ന് പറയുന്നത് നമ്മൾ കേട്ടില്ലേ? കേട്ടു. എന്താ ആദ്യം നടപ്പില്ലയോ? ഉണ്ട്, ഉള്ളത് തന്നെ. ജോലി ഗവൺമെന്റ് അനുവദിച്ചു. ഇങ്ങനെയുള്ള ജോലി ഞങ്ങളെപ്പോലുള്ളവർ കോൺട്രാക്ട് എടുത്ത് ജോലിക്കാർക്ക് 4-5 രൂപ വീതം കൂലി കൊടുത്താണല്ലോ ചെയ്യിക്കാറുള്ളത്. പിന്നെ അങ്ങനെയല്ലയോ പതിവ്? വേളയാർ ഡാമിന്റെ ജോലി പോലും അങ്ങനെയാണ് നടന്നത്.
പക്ഷെ ഈ ജോലി നാട്ടുകാരെ കൊണ്ട് കൂലിയില്ലാതിരിക്കാമെന്ന് എഞ്ചിനീയർ എഴുതി കൊടുത്തു. അപ്പൊ നോക്കിക്കോണം, നമ്മുടെ നാട്ടിൽ 4 ചക്രം വരാൻ അവന്മാര് സമ്മതിക്കുന്നുണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ രാമണ്ണി. മിസ്റ്റർ ഉണ്ണിത്താൻ ഒരു കാര്യം ചെയ്യണം. കൂലിയില്ലാതെ ജോലി ചെയ്യാൻ മുളങ്കാവിൽ നിന്ന് ആളെ അയക്കരുത്. അങ്ങനാണെങ്കിൽ ഇതിന്റെ കോൺട്രാക്ട് ഞാൻ എടുക്കാം. നമുക്ക് ഒന്നിച്ച് പണി നടത്താം. ഓരോ നല്ല തുക ലാഭവും എടുക്കാം. അപ്പോൾ ഞാൻ എന്തോ വേണമെന്ന് ആ ജോണസൺ മുതലാളി പറയുന്നത്? ഇവിടുന്ന് ജോലിക്ക് ആളെ അയക്കരുത്. അത് ഞാൻ ഏറ്റു. പിന്നെ ഇതിലൂടെ ഒക്കെ പോകുമ്പോഴേ പേരാമ്പര വരെ ഒന്ന് കേറിയിട്ടേ പോകാവൂ. അത്രേ ഉള്ളൂ. ഞാൻ ഇറങ്ങട്ടെ. പിന്നെ ഒരു കാര്യം, കാറിന് ഇതിലെയൊക്കെ ചുറ്റുമ്പടി 4 പേരെ കണ്ടാൽ അവിടെ ഒന്ന് ഇറങ്ങി പേരാമ്പര രാമകൃഷ്ണൻ ഉണ്ണിത്താൻ ഉണ്ടോ ഇവിടെ എന്നൊന്ന് ചോദിച്ചേക്കണം. ഏത് മനസ്സിലായോ? മനസ്സിലായി. ഉണ്ണിത്താനേമാൻ ഇവിടെ ഉണ്ടോ? ശരി, ഇറങ്ങി. ഞാനും ഇറങ്ങിയില്ല. ഇങ്ങനെ വിഷമിക്കാൻ ഡോണ്ട് വറി. കത്തയക്കണേ. ഡെഫിനറ്റ്ലി. സങ്കരപ്പിള്ളേ, ആ ബാഗിനെ എടുത്ത് കാറിൽ വെക്കും. 3-4 മാസത്തേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ മലയിൽ തന്നെ നിൽക്കണം. കത്തയക്കാം. എന്താ? അല്ലെങ്കിൽ 4-5 ദിവസം കൂടി കഴിഞ്ഞിട്ട് അറിയിക്കാം. എന്താ പറയൂ. എന്താണ്? ഒന്നുമില്ല. ഒന്നുമില്ല. എന്താ? സംശയമേ ഉള്ളൂ. എന്തുകൊണ്ട്? എന്താ? പിന്നെ അറിയിക്കാം. എന്തുകൊണ്ടാണ്? കുങ്കുമം. ഞാൻ വേളയാറിലേക്ക് പോവുകയാണ്. ഇന്ന് തന്നെ പോകുന്നു? അതെ. ശരി. അയാൾ പോയോ? അദ്ദേഹത്തിന് ഉടനെ തന്നെ ജോലി സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. അയാൾക്ക് നിന്നോടുള്ളതിനേക്കാളും സ്നേഹം ജോലിയോടാണോ? എന്നോട് സ്നേഹക്കുറവൊന്നുമില്ല. അത് നിന്റെ വിശ്വാസം. എന്റെ വിശ്വാസം അയാൾ നിന്നെ ഉപേക്ഷിക്കുമെന്നാ. എന്താണ് അച്ഛൻ പറയുന്നത്? ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെ വരരുതെന്നാണ് എന്റെയും ആഗ്രഹം. ഞാൻ പണം മുടക്കിപ്പോയതല്ലേ. അത്തരത്തിൽ അച്ഛൻ അദ്ദേഹത്തെ കാണരുത്. ഏത് തരത്തിൽ? മകൾക്ക് വേണ്ടി പണം കൊടുത്തു വാങ്ങിയ ഭർത്താവായിട്ട്. വാസ്തവം എന്താണ്? വാസ്തവം എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളിന് പഠിക്കാൻ എന്റെ അച്ഛൻ പണം കൊടുത്തു. ഞാൻ പറഞ്ഞതും നീ പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം? വളരെ വ്യത്യാസമുണ്ട് അച്ഛാ, വളരെ വ്യത്യാസമുണ്ട്. വേളയാറിൽ വെച്ച് മലയിൽ ജോലി തുടങ്ങുന്നതിനെ പറ്റി അയാൾ നിന്നോട് എന്താണ് പറഞ്ഞത്? എന്നോടൊന്നും പറഞ്ഞില്ല. ഈ ജോലി തുടരുമെന്നോ ഇല്ലെന്നോ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഈ ജോലി ഏറ്റെടുത്ത് നടത്തരുതെന്ന് നീ പറഞ്ഞിട്ടും അയാൾ ഒരു മറുപടിയും പറഞ്ഞില്ലേ? നീ പറഞ്ഞതിന് അയാൾ ഒരു മറുപടിയും പറഞ്ഞില്ലേ? നീ എന്താണ് മിണ്ടാത്തത്? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. എനിക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടി അയാൾ ആ പണിയുടെ ചുമതല ഏറ്റെടുക്കരുതെന്ന് നീ പറഞ്ഞില്ലേ? ഇല്ല.